ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഓപ്പറേഷൻ കുബേരയുടെ അടിസ്ഥാനത്തിൽ പോലീസ് റെയ്ഡാണ്. ബ്ലേഡ് പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവരുടെ വീടുകളിലാണ് പരിശോധന നടന്നത്. പെരുമ്പട്ടിയിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. റാന്നിയിൽ ബ്ലേഡ് പലിശക്കാരന്റെ വീട്ടിൽ നിന്നും ബാങ്ക് ചെക്കും മുദ്രപത്രവും പിടികൂടി. മറ്റ് സ്റ്റേഷനുകളിലും റെയ്ഡ് തുടരുകയാണ്. പരിശോധനകളുടെ വിശദമായ ചിത്രം ഇനിയും ലഭിക്കാനുണ്ട്. ഓപ്പറേഷൻ കുബേര നിലച്ചതോടെ വട്ടിപ്പലിശക്കാർ പാവങ്ങളുടെ കഴുത്തറക്കുന്നുവെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 6-ന് വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. കൊള്ളപ്പലിശക്കാർ ഏറ്റവും അധികം വിളയാടുന്ന അടൂർ, തിരുവല്ല, മല്ലപ്പള്ളി, റാന്നി എന്നിവിടങ്ങളിലെ സങ്കേതങ്ങൾ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വിശദമായ അന്വേഷണത്തിന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുകയും ഉണ്ടായി. മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പലിശക്കാരെ കൃത്യമായി സ്കെച്ച് ചെയ്താണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. റാന്നി മക്കപ്പുഴ അമ്പാട്ട് ലിൻഡോയുടെ വീട്ടിൽ നിന്നും മുദ്രപത്രങ്ങൾ, ബ്ലാങ്ക് ചെക്കുകൾ, ആധാരങ്ങൾ, വാഹന കച്ചവടത്തിന്റെ രേഖകൾ എന്നിവ പിടിച്ചെടുത്തു. അമിത പലിശ ഈടാക്കുന്നത് തടയുന്ന കേരള മണി ലെൻഡേഴ്സ് ആക്ട് അടക്കം ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തു. ലിൻഡോ വീട്ടിലില്ലാതിരുന്നതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പെരുമ്പട്ടി സ്റ്റേഷൻ പരിധിയിൽ ബാലകൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ വെച്ചുച്ചിറ ഇൻസ്പെക്ടർ MR സുരേഷ് നടത്തിയ പരിശോധനയിൽ 13,500 രൂപ, ബ്ലാങ്ക് ചെക്കുകൾ, മുദ്രപത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു. ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു. ആനിക്കാട് നൂറോമാവിലുള്ള സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലും കീഴ്വായ്പൂർ പോലീസ് പരിശോധന നടത്തി. രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് വിവരങ്ങൾ. ആറന്മുള പോലീസ് കോഴഞ്ചേരിയിലെ ഒരു മുൻ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി. ഇവർ കല്ലിശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ നിൽക്കെ വീട്ടിൽ റെയ്ഡിനെത്തിയ പോലീസ് സംഘം അലമാരയുടെ താക്കോൽ ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ നിന്നും വേഗം എത്തണമെന്നും ഇല്ലെങ്കിൽ അലമാര പൊളിക്കുമെന്നും പോലീസ് അറിയിച്ചു. കല്ലിശ്ശേരി ആശുപത്രിയിൽ നിന്നും എത്തിയ ഇവർ അലമാര തുറന്നു കാണിച്ചെങ്കിലും അനധികൃതമായി ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. UDF സർക്കാർ കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേര പൂർണ്ണമായും നിലച്ചതോടെയാണ് വട്ടിപ്പലിശക്കാർ പിടിമുറുക്കിയത്. വീട്ടമ്മമാർ അടക്കം നിരവധി പേർ ആത്മഹത്യയുടെ വക്കിലായി. അത്യാവശ്യത്തിന് സമീപിക്കുന്നവരിൽ നിന്ന് ബ്ലാങ്ക് ചെക്കും പ്രോമിസറി നോട്ടും ഒപ്പിട്ട് വാങ്ങി പണം നൽകും. 1 ലക്ഷം രൂപയ്ക്ക് 36% വരെ പലിശ ഈടാക്കുന്നു. 3000 രൂപ വരെ പ്രതിദിന പലിശ ഈടാക്കുന്ന വട്ടിക്കൊള്ളക്കാരുമുണ്ട്. പണം കൊടുക്കുന്ന ദിവസം മുതൽ പലിശ അടച്ചുകൊള്ളണം. ഘടുക്കളായി വാങ്ങിയ തുക അടയ്ക്കാമെന്ന് സമ്മതിച്ചാലും പ്രതിദിന പലിശ 3000 രൂപ നിർബന്ധമായും കൊടുക്കണം. ഒരിക്കൽ ബ്ലേഡ് സംഘത്തിന് മുന്നിൽ തല വെച്ചു കൊടുത്താൽ പിന്നീട് രക്ഷയില്ല. അവർ പറയുന്ന പണം പലിശ കൊടുക്കേണ്ടി വരും. പലിശ മുടങ്ങിയാൽ വിളി വരും. വാട്സാപ്പ് കോളുകളാണ് ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. സാധാരണ കോൾ വിളിച്ചാൽ റെക്കോർഡ് ചെയ്യുമെന്ന ഭയത്താലാണ് ബ്ലേഡുകാർ വാട്സാപ്പ് വിളിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പലിശ UPI അക്കൗണ്ട് വഴി കൈപ്പറ്റുന്നതിന് ഇവർക്ക് മടിയില്ല. പലിശ മുടങ്ങിയാൽ ആദ്യം അനുനയമാണ്, പിന്നെ പതുക്കെ ഭീഷണി തുടങ്ങും. ഫോണിലൂടെയും നേരിട്ടും ഭീഷണി മുഴക്കും. പൊതുസ്ഥലങ്ങളിൽ വെച്ച് അപമാനിച്ച് സംസാരിക്കും. സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കും. ലൈംഗിക ചൂഷണത്തിനും ശ്രമിക്കും. പോലീസിൽ പരാതി നൽകിയാൽ ചെക്കും പ്രോമിസറി നോട്ടും ഉപയോഗിച്ച് കേസിൽ കുടുക്കുമെന്ന് ഭീഷണി മുഴക്കും. യാതൊരുവിധ ലൈസൻസുമില്ലാതെ 5 മുതൽ 10 ലക്ഷം രൂപ വരെയുടെ ചിട്ടികൾ നടത്തുന്നവരുമുണ്ട്. ആദ്യം പണം നൽകിയ ശേഷം പിരിച്ചെടുക്കുന്നതാണ് ഇവരുടെ രീതി. മാനഭയം കാരണം ഒരു പലിശക്കാരനെ ഒഴിവാക്കാൻ അടുത്ത പലിശക്കാരനിൽ നിന്നും കടം വാങ്ങേണ്ട ഗതികേടാണ്. പലിശക്കാർ തമ്മിൽ അന്തർധാര സജീവമാണ് താനും. പണം തിരികെ വാങ്ങാൻ ഗുണ്ടകളെയും കൂട്ടി വാഹനങ്ങളിൽ സിനിമാ സ്റ്റൈലിലാണ് എത്തുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നവരാണ് പലിശ കൊടുത്ത് മുടിയുന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം പലിശയ്ക്ക് എടുത്താണ് ബ്ലേഡുകാർ പ്രവർത്തിക്കുന്നത്. ബാങ്ക് അധികൃതർ കുറഞ്ഞ പലിശയ്ക്ക് ബ്ലേഡുകാർക്ക് പണം നൽകും. ഇതിനു പുറമെ അനധികൃത സമ്പാദ്യമുള്ള രാഷ്ട്രീയക്കാരുടെ ബിനാമികളും പണം പലിശയ്ക്ക് നൽകുന്നതിന് വേണ്ടി ഇറങ്ങുന്നുവെന്നാണ് വിവരം. രാഷ്ട്രീയ ചിന്തയുള്ളതിനാൽ ഇത്തരക്കാർ പണവും പലിശയും തിരികെ വാങ്ങാൻ എന്തു മാർഗവും സ്വീകരിക്കും.